പൂക്കളത്തിനുള്ള പൂക്കൾ നന്നാക്കുന്ന കാര്യങ്ങളൊക്കെ പൊന്നും പിന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിസൈൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സദ്യന്റെ കാര്യങ്ങളൊക്കെ അമ്മയെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പേപ്പറിൽ വരച്ച ഔട്ട്ലൈൻ നമ്മൾ മാർക്കർ കൊണ്ടാണ് നിലത്ത് അറിയുന്നത്. കാരണം വരുന്നത് ടൈൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അങ്ങനെ പൂക്കളത്തിന്റെ ഡിസൈൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കസ്റ്റമലി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കുർത്തിട്ടിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ പോകുന്നത് കേട്ടോ. പുൽപ്പള്ളി സീതാദേവി അമ്പലത്തിലാണ് പോകുന്നത്. അവിടെ വലിയ അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സദ്യക്ക് വേണ്ടിയുള്ള കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. നമുക്ക് അവിടെ കുറച്ച് സേമിയ പായസത്തിന്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സദ്യക്ക് വേണ്ടി എല്ലാം വെട്ടി നമ്മുടെ രീതിയിലുള്ള ചെറിയ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും വിളിച്ചോട്ട് ഒരു ഓണസദ്യ കൊടുക്കുന്ന എപ്പോഴും ആഗ്രഹമില്ല നടക്കാറില്ല കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തൊരു ആഘോഷം വന്നാലും ഒരു ചെറിയ പങ്ക് ഇവനും ഉണ്ടാവും. ലിയോന്റെ കൂടെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഏട്ടത്തിമോ നീ ഷർട്ട് ഇട്ടിട്ട് ഞാൻ നേരെ പോകുന്നത് ശ്രുതിന്റെ വീട്ടിലോട്ടാണ് കേട്ടോ. വിഷു ആയാലും ഓണായാലും അങ്ങനെ എന്ത് ആഘോഷം വന്നാലും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സദ്യ അവളുടെ അമ്മേന്റെ വക അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു സദ്യ കൂടെ കഴിച്ച് പായസം കുടിച്ച് മനസ്സും വയറും നിറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് നമ്മുടെ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ. ബെല്ലേക്ക് ടിക് ടിക് എനേബിൾ ചെയ്യണം. ബൈ.